ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ലൈൻ പ്രസിഡന്റ് ജമാൽ സാഹിബ്, നമ്മുടെയൊക്കെ ഇന്നത്തെ പ്രിയങ്കരനായ നമ്മുടെ വിശിഷ്ട അതിഥി ഇന്ദിരാഗാന്ധി അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ സുധാകരൻ അവர்களെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയും ഈ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട അവാർഡ് നൽകപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഇന്ത്യൻ സമൂഹത്തിന് എന്നും പ്രത്യേകിച്ച് മലയാളികളോടൊപ്പം എന്നും താൻ മലയാളിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ ഗംഗാധരമണി അവர்களെ, അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റ് ജിമ്മി ജോർജ്, ജനറൽ സെക്രട്ടറി IR മൊയ്തീൻ അവர்களെ, OICCയുടെ അലൈൻ പ്രസിഡന്റ് NM ഷാദുലി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ ചടങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ നടക്കാൻ പോകുന്ന കലാപരിപാടിയാണ് എന്നെനിക്ക് നന്നായി അറിയാം. ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കലാപരിപാടി എന്നുള്ള ഒരു വലിയ ഒരു പരിപാടി ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി, കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ, രാഷ്ട്രത്തിന്റെ മതേതരത്വത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും സ്വന്തം ജീവിതം ബലിയർപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ശ്രീമതി ഗാന്ധിയുടെ പേരിലുള്ള അവാർഡ് ഇന്ന് ഏറ്റുവാങ്ങപ്പെട്ട നമ്മുടെ ഡോക്ടർ സുധാകരനെ കുറിച്ച് അലൈനിലുള്ള നിങ്ങളോട് ദുബായിൽ നിന്ന് വന്ന ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് അധികപ്പറ്റാവുമെന്ന് എനിക്കറിയാം. പക്ഷെ UAE-യിൽ ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട്. ആയിരക്കണക്കിന് ഡോക്ടർമാരിൽ എന്തുകൊണ്ട് സുധാകരനെ പോലെയുള്ള ഡോക്ടർമാരെ അംഗീകരിക്കപ്പെടുന്നത് എന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിക്കൊണ്ട് ഒരു സാധാരണ പൗരനായിക്കൊണ്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും അത് എഞ്ചിനീയർമാരായാലും ഉന്നത ബിസിനസ്സുകാരായാലും അവരെയൊക്കെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും അവരുടെ സേവനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അലൈൻ കമ്മിറ്റി ഏർപ്പെടുത്തിയ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള അവാർഡ് ലഭിച്ചതിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UAE കമ്മിറ്റി അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UAE കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഡോക്ടർ സുധാകരന് ഈ അവസരത്തിൽ നൽകുകയാണ്. മറ്റൊന്ന്, ഈ ചടങ്ങിന്റെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ഇവിടെ നിലനിൽക്കുന്ന, നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം തന്ന, കൂക്കാൻ സ്വാതന്ത്ര്യം തന്ന, കൈയടിക്കാൻ സ്വാതന്ത്ര്യം തന്ന, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്ന് 39 വർഷം പൂർത്തിയാകുകയാണ്. ദേശീയ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ 39ാം ദേശീയ ദിനം ആഘോഷിക്കുന്ന UAE-യിലെ പൗരന്മാരോട് നമുക്കോടുള്ള കടപ്പാടും സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുവാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്ന, നമ്മുടെ രാജ്യത്ത് പോലും കിട്ടുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം നമുക്ക് പലപ്പോഴും നമ്മുടെ UAE-യുടെ പല മണ്ണുകളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ നാം കുക്കിക്കൊണ്ടിരിക്കുന്നത്, കൈയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമുക്ക് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാം. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ഈ രാജ്യം പുരോഗമിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യവും നമ്മളും പുരോഗമിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാം.
നമ്മുടെ പ്രിയങ്കരനായ UAE പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാനും അതിന്റെ പ്രധാനമന്ത്രിയും ദുബായിയുടെ പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനും എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം UAE മുഴുവൻ പൗരന്മാർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി അവാർഡ് ജേതാവായ ഡോക്ടർ സുധാകരനെ IOC UAE കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്.